ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 26-ാം വാരം, ഒക്ടോബർ 3 വ്യാഴാഴ്ച. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന സുവിശേഷ ദൗത്യത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ദൈവരാജ്യ പ്രഘോഷണത്തിനായി താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും ഈ 2 പേരായി തൻ്റെ ശിഷ്യന്മാരെ ഈശോ അയക്കുകയാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ സാഹോദര്യ ബന്ധത്തിലായിരുന്നു കൊണ്ട് ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് 2 പേരായി പോകുവാൻ ഈശോ പറയുന്നത്. ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും ഒരുമിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് കുടുംബത്തിൽ സ്വർഗരാജ്യം പടുത്തുയർത്തുവാൻ സാധിക്കുക. അപ്പൻ്റെയും അമ്മയുടെയും ഒരുമിച്ചുള്ള ജീവിതമാണ് മക്കളെ കുടുംബത്തിൽ സന്തോഷം കണ്ടെത്തുവാൻ സഹായിക്കുക. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലായാലും കോളേജിലായാലും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായാലും പ്രാർത്ഥിക്കുവാൻ പോകുന്ന ദേവാലയങ്ങളിലായാലും ജീവിക്കുന്ന ഇടവകളിലായാലും പരസ്പരം അംഗീകരിക്കാനും സ്നേഹിക്കാനും കഴിയുമ്പോഴാണ് കർത്താവ് തിരഞ്ഞെടുത്ത 72 പേരെ അയച്ചതിൻ്റെ ഫലം കണ്ടെത്തുവാൻ സാധിക്കും. അദൃശ്യമായ അനന്തരഫലങ്ങളിൽ വിശ്വാസമർപ്പിക്കുന്നവർക്ക് മാത്രമാണ് നിസ്വാർത്ഥമായ സത്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുക. ഓരോ പ്രവൃത്തികൾക്കും ഉടനടി പ്രതിഫലം പ്രതീക്ഷിക്കുന്നവർക്ക് ദീർഘവീക്ഷണമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പ്രതിഫലത്തെയും പ്രതിപ്രവർത്തനത്തെയും ആശ്രയിച്ചിരിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമാകില്ല. തൻ്റെ കയ്യൊപ്പ് രേഖപ്പെടുത്താത്ത, താനാണ് ആ നല്ല കർമ്മം ചെയ്തതെന്ന് നാലാൾ അറിയാത്ത ഒരു കാര്യത്തിനു വേണ്ടിയും അങ്ങനെയുള്ളവർ സമയമോ ഊർജമോ ചെലവഴിക്കില്ല. ക്രിസ്തുനാഥൻ പറയുന്നുണ്ട്, മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. ദൃശ്യമായ ഫലങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരു കിളി പോലും പാടില്ലായിരുന്നു, ഒരു തൈ പോലും ആരും നടില്ലായിരുന്നു. ഓരോ പ്രവൃത്തിയും ആർക്കൊക്കെയോ ഉപകരിക്കുന്നുണ്ട് എന്ന വിചാരമാണ് നിഷ്കാമകർമ്മത്തിൻ്റെ അടിത്തറ. അദൃശ്യമായ ചരടുകളിൽ പരസ്പര ബന്ധിതമാണ് സമൂഹ ജീവിതം. വെള്ളക്കല്ലിൽ പേര് കൊത്തി കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് കണക്ക് പുസ്തകങ്ങൾ ഉണ്ടാകും. ലാഭനഷ്ട പട്ടികയിലെ ഏറ്റക്കുറച്ചിലുകൾ അവരുടെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും. തിരിച്ചു കിട്ടുന്നവയെക്കുറിച്ച് ഒരു ചിന്തയുമില്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ചില ഗുണങ്ങളുണ്ട്. അതിന് നിരാശയുണ്ടാകില്ല. പ്രവർത്തനോർജം സ്വയം കണ്ടെത്തും. ഉദ്ദേശശുദ്ധിയിൽ കളങ്കം ഉണ്ടാവില്ല. ആരോടും പരിഭവം ഉണ്ടാകില്ല. എന്ത് സംഭവിച്ചാലും പ്രവൃത്തികൾ തുടർന്ന് കൊണ്ടിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, ക്രിസ്തുവിനാൽ അയക്കപ്പെട്ടവരായ നമ്മൾ ക്രിസ്തുവിൻ്റേത് മാത്രമായിരുന്ന് ക്രിസ്തുവിന് വേണ്ടി മാത്രം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അനുഗ്രഹിക്കണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം.